ഓ ഭാഗ്യം. ഇന്നെങ്കിലും മനസമാധാനമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. നന്ദിനി ലവർ ഇന്നൊരു 1.5 ഉറക്കം ഉറങ്ങണം. ചൂടിന് കുറവുള്ളത് കൊണ്ട് സുഖമായിട്ട് കിടക്കാം. നന്ദിനി, ഇന്ദ്രജേ, ഇന്ദ്രജേ, നന്ദിനി, 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 ഇന്ദ്രജേ, ഇന്ദ്രജേ, നന്ദിനി, നന്ദിനി ഒന്ന് വാ. നന്ദിനി, നന്ദിനി ഒന്ന് വാ. ഇന്ദ്രജേ ഒന്ന് വാ. നന്ദിനി, നന്ദിനി, എത്ര ദിവസമായെന്ന് ഒന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ട്. ഇന്ദ്രജേ, ആ വന്നാ ഇന്ദ്രജ. ദേ തുടങ്ങിയിട്ടുണ്ട്, ഇനി രക്ഷയില്ല. നന്ദിനി, നന്ദിനി ഒന്ന് വാ. നന്ദിനി, എന്തോന്ന് നന്ദിനി നന്ദിനി? നന്ദിനി വരാനല്ലോ പറഞ്ഞത്. നന്ദിനി, നന്ദിനി എവിടെ? നന്ദിനി എന്താ എന്റെ അടുത്തേക്ക് വരാത്തത്? എന്താ തടസ്സം? അളിയ, നന്ദിനിക്കൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണല്ലോ അവൾ അവളുടെ വീട്ടിലേക്ക് പോയത്. നന്ദിനി അവളുടെ വീട്ടിലേക്ക് പോവില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും പോവില്ല. നീ വെറുതെ കള്ളം പറയാൻ ശ്രമിക്കരുത്. സൂര്യ, രാത്രിയായി. ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. എപ്പോഴും നിനക്കിങ്ങനെ ബഹളം വെച്ചാൽ മാത്രം മതിയോ? ഞാൻ നിങ്ങളോട് ഒരു ബഹളത്തിനും വരില്ല. നിങ്ങള് നന്ദിനിയെ മുറിയിൽ എത്തിച്ചു തന്നാൽ മാത്രം മതി. എനിക്ക് വേണ്ട കാര്യങ്ങള് ഞാൻ ചന്ദ്രയോട് ചോദിച്ചു വാങ്ങിച്ചോളാം. ഞങ്ങൾ എന്താ നന്ദിനെ സൃഷ്ടിക്കണോ? അവൾ പോയിന്ന് പറയുന്നത് സത്യമാ. അതോ ഇനി ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കണോ? അളിയ, അളിയന് ഞങ്ങളെ വിശ്വാസം ഇല്ലല്ലേ? എന്നാ വിശ്വാസമുള്ള ആൾ ആരാന്ന് പറ. അവരെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാം. രാജുവേട്ടനോട് വരാൻ പറ. അപ്പോ വിളിക്ക. അത് നടക്കാത്ത പട്ടികയിലെ അടുത്ത കാര്യം. എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കെന്തരേ? രാജു നാട്ടില. രാജുവിന്റെ ഒരു ബന്ധു മരിച്ചു. ഏറ്റവും അടുത്ത ബന്ധു. ബന്ധു മരിച്ചാൽ എന്താ? രാജുവിനെ വിളിച്ച ഫോണിൽ കിട്ടില്ലേ? വിളിക്കാനല്ലേ പറഞ്ഞേ? രാജുവിനെ ഫോണിൽ കിട്ടുന്നില്ല. അത് രാജുവിന്റെ ഫോൺ എടുക്കുന്ന മരിച്ചുപോയ ബന്ധുവാണോ? ഈ അവസ്ഥയിലാണെങ്കിലും അളിയന്റെ ഹ്യൂമർ സെൻസിന് ഒരു കുറവുമില്ല. കച്ച് കള്ളൻ. അതുമാത്രമല്ല, ഒരു കാര്യത്തിനും കുറവില്ല. ഭാഗ്യത്തിന് എഴുന്നേറ്റ് തൊഴിക്കില്ല അല്ലേ അളിയ? നന്ദിനി, നന്ദിനി. സൂര്യ, എടാ മറ്റുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. നമ്മൾ മാത്രമല്ലല്ലോ, അയൽപക്കത്തുള്ളവർ വരെ ഇവിടുത്തെ ബഹളത്തെ കുറിച്ച് ചോദിച്ചു തുടങ്ങി. എന്തിനാണ് എല്ലാവരും ഇങ്ങനെ നാണം കെടുത്തുന്നേ? നീ മരുന്ന് കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എനിക്ക് മരുന്ന് വേണ്ട. എനിക്ക് മരുന്ന് വേണ്ട. നീ എടുത്തു കൊടുക്ക്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? എടുക്ക് അളിയ, കഴിക്ക്. അളിയ, കഴിക്കാൻ കഴിക്കാൻ ഗുളിക ഗുളിക കൂൾ. സൂര്യ, നീ ഇത് കഴിക്കും. എനിക്ക് വേണ്ടെന്നാ പറഞ്ഞ വേണ്ടെന്നു. എനിക്ക് പോടുന്നു. നീ ഇത് കഴിക്കും സൂര്യ. നല്ല ഉറക്കം കിട്ടിയ ഈ തോന്നലുകളൊക്കെ അങ്ങ് മാറും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിജയ്, ഇതൊന്ന് കൊടുത്തേ പറ്റൂ.
ഏയ്, 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 പിടിക്കല. ആദ്യം വലത് കൈ ഇങ്ങനെ പിടിച്ചു വെച്ച് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ പിടിച്ചു വെച്ച് നേഴ്സിംഗ് പഠിച്ച എന്നോടാ കളി. താടിയല്ല ഇങ്ങോട്ട് മാറ്റി ഗുളികയിട്ട് വെള്ളം ഒഴിക്ക്. ഇറങ്ങിയ അയ്യോ അയ്യോ, ഒരു മെയിൽ നേഴ്സിന്റെ രോദന. അമ്മ നന്ദിനി, നന്ദിനി, നന്ദിനി. അയ്യോ, എന്റെ നടുവ് പോയി. എന്നെ ഏതെങ്കിലും നേഴ്സ് നോക്കേണ്ടി വരും. നന്ദിനി, അയ്യോ, നന്ദിനി മയങ്ങുന്നുണ്ട്. മിക്കവാറും അളിയൻ കട്ടിലിൽ നിന്ന് അഴിക്കുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം കിടപ്പിലാവും. അയ്യോ ഇന്ദ്രജേ, ഒന്ന് തടവിത്ത. ആരോട് പറയാൻ, ഞാൻ തന്നെ തടവേണ്ടി വരും. മമ്മി, കാര്യങ്ങൾ വല്ലാത്ത കുഴപ്പത്തില മമ്മി. എന്തു പറ്റി? കേട്ടില്ലേ അവന്റെ ബഹളം? കേട്ടു. നന്ദിനി ഇവിടെ തന്നെ ഉണ്ടെന്ന് അവൻ വിശ്വസിക്കുന്ന. ഉള്ളിന്റെ ഉള്ളില് അത്രയ്ക്കങ്ങ് പതിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാ മമ്മി. നന്ദിനിയെ കാണാതായപ്പോ രാജുവിനെ വിളിക്കാൻ പറഞ്ഞു. രാജു ഒരു ബന്ധു മരിച്ചിട്ട് പോയി എന്നാ ഞാൻ പറഞ്ഞത്. നമ്മള് പറയുന്നൊന്നും അവന് വിശ്വാസമില്ല മമ്മി. ഇങ്ങനെ പോയാലേ അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കും. ഇഴഞ്ഞോ നീന്തിയോ അവൻ പുറത്ത് വന്നൊന്നും വരും. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയല്ലോ. നമ്മള് പറഞ്ഞാ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ഒരാള് പറയണം. അങ്ങനെ ആരാ? അവന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് ഒരുത്തി നടക്കുന്നില്ലേ, ആരത്തി. നന്ദിനി ഇവിടെ ഇല്ലെന്ന് അവള് പറഞ്ഞ അവൻ വിശ്വസിക്കട്ടെ. മമ്മി എന്താ സ്വപ്നം കാണാണോ? ഒറ്റ വരവില് നമ്മളെല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാ അവള് പോയത്. വിവേക് മമ്മിയോട് എതിർത്ത് സംസാരിക്കാൻ പിന്നെ മടിക്കും. പക്ഷെ അവൾക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ തന്നെ ചൂസ് ചെയ്തത്. അവൾ അങ്ങനെ പറഞ്ഞ സൂര്യ അത് വിശ്വസിക്കോ ഇല്ലയോ? നീ പറ. ആരതി പറഞ്ഞ അവൻ 100% വിശ്വസിക്കും. അക്കാര്യത്തിലൊരു സംശയമില്ല.